നമസ്കാരം. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ട് പുറത്തുവിട്ട സുപ്രീം കോടതി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കത്തിയ നിലയിൽ കറൻസി നോട്ടുകൾ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. പണം എത്രയെന്ന് കണ്ടെത്തിയിട്ടില്ല. പാതി നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റോർ റൂമിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ നോട്ടുകളുടെ ചിത്രം ഇതിലുണ്ട്. ആരോപണം നിഷേധിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും റിപ്പോർട്ടിലുണ്ട്. 15 കോടിയോളം രൂപയുടെ നോട്ടുകളാണ് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ആരോപണങ്ങളിൽ ആഭ്യന്തര അന്വേഷണം നടത്താൻ 3-അംഗ കമ്മിറ്റിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയോഗിച്ചു. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സാന്ധാവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി മലയാളിയായ അനു ശിവരാമൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം 3-അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും ആരോപണ വിധേയനിൽ നിന്ന് വിശദീകരണം തേടുകയും വേണമെന്നതാണ് സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ ചട്ടത്തിൽ പറയുന്നത്. അന്വേഷണം തീരും വരെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ജോലി നൽകരുതെന്ന് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പ്രതികരണം, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ട്, മറ്റു രേഖകൾ എന്നിവ സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയെന്ന വിവരത്തെ തുടർന്ന് സുപ്രീം കോടതി കൊളീജിയം യോഗം ചേരുകയും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മാർച്ച് 21-ന് ആ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനിടെ ജസ്റ്റിസ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുകയും അതിന് ആരോപണങ്ങളുമായി ബന്ധമില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. 2018 ഫെബ്രുവരിയിൽ സിംബോളി പഞ്ചസാര മിൽ തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് വർമ്മയുടെ പേര് CBI പ്രതിസ്ഥാനത്ത് ചേർത്തിരുന്നു. 97.85 കോടിയുടെ വായ്പാ ക്രമക്കേട് കേസായിരുന്നു അത്. അന്ന് ജസ്റ്റിസ് വർമ്മ കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. CBI അന്വേഷണം നടത്തിയെങ്കിലും ആ കേസ് വൈകാതെ തണുത്തിരുന്നു. അന്വേഷണം തുടരാനുള്ള കീഴ്ക്കോടതി ഉത്തരവ് 2024-ൽ സുപ്രീം കോടതി തള്ളിയതോടെ ഫലത്തിൽ കേസ് അന്വേഷണം അവസാനിക്കുകയും ചെയ്തു. ഹോളി ദിനത്തിൽ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ 15 കോടി രൂപ കണ്ടെത്തിയെന്നായിരുന്നു അനൌദ്യോഗിക റിപ്പോർട്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി അഭിഭാഷക സംഘടനയടക്കം രംഗത്തെത്തിയിരുന്നു. സംഭവം ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ച അഭിഭാഷകരോട് ഇത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ കോടതിയിൽ പറഞ്ഞിരുന്നു. തീപിടുത്തം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിൽ ഉണ്ടായിരുന്നില്ല. തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. സ്ഥലത്തെത്തി തീ അണച്ചതിനു ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി നാശനഷ്ടം കണക്കാക്കുന്നതിനിടയിലാണ് ഒരു മുറിയിൽ കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി റിപ്പോർട്ട് വന്നത്. നോട്ടുകെട്ടുകൾ കണക്കിൽപ്പെടാത്തതാണെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഉടൻ പോലീസിന് വിവരം അറിയിച്ചെന്നും തുടർന്ന് പോലീസ് വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത്. നോട്ടുകെട്ടുകൾ കണ്ടെത്തിയെന്ന വാർത്ത അഗ്നിശമന സേനാ മേധാവി നിഷേധിച്ചെന്ന വാർത്ത ഇന്നലെ വന്നെങ്കിലും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം ശനിയാഴ്ച വിശദീകരിച്ചത്. ഡൽഹി ഹൈക്കോടതിയിലെ സീനിയോറിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയും ജസ്റ്റിസ് വിഭു ബാക്രവും കഴിഞ്ഞാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയാണ്. 2014-ൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് വർമ്മ 2021-ലാണ് ഡൽഹി ഹൈക്കോടതിയിലെത്തുന്നത്. അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി AN വർമ്മയുടെ മകനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. നിലവിൽ വിൽപ്പന നികുതി, GST, കമ്പനി അപ്പീൽ എന്നീ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ചിനെ നയിക്കുന്ന ജഡ്ജിയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ.